ഇന്ത്യയുടെ ഏറ്റവും ചെറുപ്പം കൊണ്ടുള്ള കോടീശ്വരന്മാരിൽ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് ഏകാംഗ്ര രോഹൻ മൂർത്തി. പ്രായം വെറും 1.5 വയസ്സ് മാത്രമാണെങ്കിലും സമ്പത്തിലും പ്രാധാന്യത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒറ്റ നാമം. IT ഭീമനായ എൻഫോസിസ് സ്ഥാപകരിൽ ഒരാളായ NR നാരായണ മൂർത്തിയുടെ കൊച്ചുമകനായ ഏകാഗ്ര രോഹൻ മൂർത്തിയുടെയും അപർണ മൂർത്തിയുടെയും പുത്രനാണ്. വളരെ ചെറുപ്പത്തിലെ ഇവന്റെ പേരിൽ വിഹിതങ്ങൾ, സ്വത്ത് കൈമാറലുകൾ നടന്നിരിക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഇതിന് പിന്നിൽ. മൗലികമായി എത്രയെങ്കിലും വ്യക്തമായ ധനം കൈവശമുണ്ടെന്ന് തന്നെ കുട്ടിയെ ഇന്ത്യയുടെ അഭിമാനകരമായ കോടീശ്വര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഏകാഗ്രയ്ക്ക് 4 മാസം പ്രായമുള്ളപ്പോൾ 240 കോടി രൂപ വിലമതിക്കുന്ന 15 ലക്ഷം ഓഹരികൾ നാരായണമൂർത്തി സമ്മാനിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇൻഫോസിസിന്റെ 0.04% ഓഹരിയാണിത്. ഇതോടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ IT കമ്പനിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓഹരി ഉടമയായി ഏകാഗ്ര മാറുകയായിരുന്നു. ഇതിനകം 3 തവണയാണ് ഏകാഗ്രയ്ക്ക് ലാഭവിഹിതം ലഭിച്ചത്. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇൻഫോസിസിൽ നിന്ന് ആകെ 10.65 കോടി രൂപയാണ് ലാഭവിഹിതമായി ഏകാഗ്രയ്ക്ക് ലഭിച്ചത്. തന്റെ പേരിലുള്ള ഓഹരികളിലെ ഡിവിഡൻഡുകളിൽ നിന്നാണ് ഏകാഗ്ര രോഹൻ മൂർത്തി ഇത്രയും പണം നേടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇൻഫോസിസ് ഒരു ഓഹരിക്ക് 22 രൂപയാണ് ലാഭവിഹിതമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകാഗ്രയ്ക്ക് ഏറ്റവും ഒടുവിലായി 3.3 കോടി രൂപ ലഭിക്കും. ഈ വർഷം ആദ്യം ഇടക്കാല ലാഭവിഹിതത്തിലൂടെ ഏകാഗ്ര 7.35 കോടി രൂപ നേടിയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ ലാഭവിഹിതമായി 10.65 കോടി രൂപ ലഭിച്ചത്. നാരായണമൂർത്തിയുടെ ആദ്യത്തെ 2 പേരക്കുട്ടികൾ അക്ഷതാമൂർത്തിയുടെയും UK മുൻ പ്രധാനമന്ത്രി ഋഷി സുനകിന്റെയും പെൺമക്കളാണ് കൃഷ്ണയും അനുഷ്കയും. നാരായണമൂർത്തിയുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും ഇൻഫോസിസിൽ ഓഹരികളുണ്ട്. അക്ഷതയ്ക്ക് കമ്പനിയിൽ 3.89 ലക്ഷം ഓഹരികളുണ്ട്. ലാഭവിഹിത പ്രഖ്യാപനത്തിലൂടെ 85.71 കോടി രൂപ അക്ഷതയ്ക്ക് ലഭിക്കും. ലാഭവിഹിതത്തിൽ നിന്ന് നാരായണമൂർത്തിക്ക് 33.3 കോടി രൂപയും ഭാര്യ സുധാമൂർത്തിക്ക് 76 കോടി രൂപയും ലഭിക്കും. 1981 10,000 രൂപയുടെ ചെറിയ നിക്ഷേപത്തിൽ ആരംഭിച്ച ഇൻഫോസിസ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി വളർന്നു. കമ്പനിയുടെ വളർച്ചയിൽ ആദ്യകാലത്ത് സുധാമൂർത്തി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇൻഫോസിസ് ഫൗണ്ടേഷനെ 25 വർഷത്തിലേറെ നയിച്ച ശേഷം 2021 ഡിസംബറിൽ സുധാമൂർത്തി ആസ്ഥാനത്ത് നിന്നും വിരമിച്ചു. 2024 മാർച്ചിൽ അവർ രാജ്യസഭാ അംഗമായി.